കേൾക്കണം. നിങ്ങൾക്കെല്ലാവരും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ജീവൻ നൽകുന്ന പ്രഖ്യാപനമായ നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ ശുദ്ധ എവങ്കേലിയോൻ ലോകത്തിന് രക്ഷയും ഘോഷിക്കുന്ന ശുദ്ധമോത്തായ ശ്ലീഹയുടെ രക്ഷാ സുവിശേഷത്തിൽ നിന്ന് സുവിശേഷം 19-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യം. ഈ വചനങ്ങൾ സംസാരിച്ചു കഴിഞ്ഞ ശേഷം യേശുബ്രാൻ ഗലീലയിൽ നിന്ന് യാത്ര പുറപ്പെട്ടു. യോർദാൻ മറുകരയിൽ യഹൂദനഗരത്തിലെത്തി. ജനസമൂഹം യേശുബ്രാനെ അനുഗമിക്കുകയും അവിടെ വെച്ച് താൻ അവരെ സ്വന്തമാക്കുകയും ചെയ്തു. അനന്തരം പരീക്ഷാർത്ഥം പരീശന്മാർ അടുത്തിരുന്നു. ഏതൊരു കാരണത്താലെങ്കിലും ഒരുവന് തന്റെ ഭാര്യയെ പിരിച്ചിടുവാൻ ന്യായമുണ്ടോ എന്ന് ചോദിച്ചു. യേശുബ്രാൻ അവരോട് ഇപ്രകാരം പറഞ്ഞു: ആദ്യം സൃഷ്ടികർത്താവാണ് മണ്ണുമായ മനുഷ്യരെ സൃഷ്ടിച്ചുവെന്നും അതിനോട് പുരുഷൻ തന്റെ പിതാവിനെയും മാതാവിനെ വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കുകയും അവരൊരു ശരീരമായി തീരുകയും ചെയ്യുന്നുവെന്ന് അവിടെ കൽപ്പിച്ചു എന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? ആകയാൽ അവർ രണ്ടല്ല ഒരു ശരീരമാവുന്നു. അതുകൊണ്ട് ദൈവം സംയോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. അവർ യേശുബ്രാനോട് അങ്ങനെയെങ്കിൽ മോചനപത്രം കൊടുത്ത് അവളെ പിരിച്ചുവിടുവാൻ മോശ കൽപ്പിച്ചിരിക്കുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചു. യേശുബ്രാൻ അവരോട് ഇപ്രകാരം പറഞ്ഞു: മോശ നിങ്ങളുടെ ഹൃദയകാഠിന്യ നിമിത്തം ഭാര്യമാരെ പിരിച്ചുവിടുവാൻ നിങ്ങളെ അനുവദിച്ചു. എന്നാൽ ആദിയിൽ അങ്ങനെയായിരുന്നില്ല. ഞാനോ നിങ്ങളോട് പറയുന്നു, സ്വഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരുത്തിയെ പരിഗ്രഹിക്കുകയും ചെയ്യുന്നവൻ വ്യഭിചാരമാണ്. ഉപേക്ഷിക്കപ്പെട്ടുള്ള പരിഗ്രഹിക്കുന്നവൻ ചെയ്യുന്നത് വ്യഭിചാരം തന്നെ. ശിഷ്യന്മാർ യേശുബ്രാനോട് ഭാര്യ ഭർത്താക്കന്മാരുടെ പരസ്പരസ്ഥിതി ഈ വിധം കുറ്റകരമെങ്കിൽ വിവാഹം ചെയ്യുന്നത് നല്ലതല്ലോ എന്ന് പറഞ്ഞു. യേശുബ്രാൻ പറഞ്ഞു: വരം ലഭിച്ചവനല്ലാതെ എല്ലാവരും ഈ വചനത്തിന് ശക്തരല്ല. എന്തുകൊണ്ടെന്നാൽ തന്നെ മാതാവിന്റെ ഉദരത്തിൽ നിന്ന് തന്നെ ഷണ്ണന്മാരായി ജനിച്ചുള്ള ഷണ്ണന്മാരുണ്ട്. മനുഷ്യരാൽ അപ്രകാരമാക്കപ്പെട്ടവരുണ്ട്. സ്വർഗരാജ്യത്തിൽ ഞങ്ങളെ തന്നെ ഷണ്ണന്മാരാക്കി തീർത്തുള്ള ബ്രഹ്മചാരികളുമുണ്ട്. ശക്തനാകുവാൻ കഴിയുന്നവൻ ശക്തനാകട്ടെ എന്ന് കൽപ്പിച്ചരുളി ചെയ്തു. ബാറക്കുമോ, നിങ്ങൾക്ക് എല്ലാവർക്കും സംപ്രീതി ഉണ്ടാകും.